ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷറ്റയും. ഞാൻ ഇന്ന് ഒരു അടിപൊളി പായസമാണ്, പഞ്ചാമൃതമാണ് ഇന്നുണ്ടാക്കുന്നത്. ക്ഷേത്രങ്ങളിൽ നിന്ന് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പായസമാണ് കേട്ടോ പളനിയിലെ പഞ്ചാമൃതം. ആ ഒരു കറക്റ്റ് റെസിപ്പി ആയിരിക്കില്ല, പക്ഷേ അതേ ഒരു ടേസ്റ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ രീതിയിൽ വെച്ച് നോക്കിയപ്പോൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ ഞാൻ ഇതിലേക്ക് റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 റോബസ്റ്റ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് രസകദളി, കദളിപ്പഴം, പാളയം തോടൻ, ആ പഴങ്ങളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. തമിഴ്നാട്ടുകാർ വേറെ പഴമായിരിക്കും ഉപയോഗിക്കുന്നത്, പക്ഷേ ഈ റോബസ്റ്റ പഴം ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നി. അതുകൊണ്ട് നല്ല പഴുത്ത റോബസ്റ്റ പഴം 4 ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു തവി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ. കൈകൊണ്ടൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്, എങ്കിലും നമുക്കൊരു ഹൈജീൻ്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ ഇതുപോലൊരു തവി ഉപയോഗിച്ച് ഇങ്ങനെ നന്നായിട്ട് ഉടച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ഉടഞ്ഞു വരും കണ്ടോ. ഇതേപോലെ ഉടച്ചു കൊടുക്കാം. ഇനി ഒരു 8 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈന്തപ്പഴം എടുക്കുമ്പോൾ നല്ല ഡാർക്ക് കളറുള്ള ഈന്തപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ കട്ടി കുറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നല്ല മാംസളായിട്ട് വരത്തില്ല, അങ്ങനത്തെ ഈന്തപ്പഴം എടുക്കണേ. കട്ടി കൂടിയ ഈന്തപ്പഴം ഇതിന് കൊള്ളുകയില്ല, അതുപോലെ കളർ കുറഞ്ഞ ഈന്തപ്പഴവും കൊള്ളുകയില്ല. അപ്പോൾ ഈ ഒരു കളറിലുള്ള നല്ല മാംസളമായിട്ടിരിക്കുന്ന ഈന്തപ്പഴം കുരു കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നമുക്ക് തവി കൊണ്ട് ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് അതിങ്ങനെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരും കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കര ചിരകിയതാണ് ചേർക്കുന്നത്. നാടൻ ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അഴുക്കൊന്നുമില്ല. ശർക്കര പൊടി വേണേലും ചേർത്താൽ മതി. അപ്പോൾ ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഡയമണ്ട് കൽക്കണ്ടമാണ്, അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും ഇത് ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ പായസം കഴിക്കുമ്പോൾ കടിക്കുകയില്ല. അപ്പോൾ ഈ ഒരു ഡയമണ്ട് കൽക്കണ്ടം ഇതിൻ്റെ കൂടെ ചേർക്കുക. ലാസ്റ്റിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചാമൃതമായി. 5 കൂട്ടമാണ് കേട്ടോ. പഴം, ഈന്തപ്പഴം, കൽക്കണ്ടം, തേന്, പിന്നെ ശർക്കര, ഈ 5 കൂട്ടം ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 5 ഏലക്ക അതിൻ്റെ തൊലിയോടുകൂടി തന്നെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആ പായസത്തിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത് കേട്ടോ. ശരിക്കും നല്ലൊരു സ്മെല്ല്, എനിക്ക് ആ പഞ്ചാമൃതത്തിൻ്റെ ആ ഒരു സ്മെല്ലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് എടുത്ത് നോക്കുക. ആ ഒരു സ്ട്രക്ചറിൽ കിട്ടും. നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റും എനിക്കെല്ലാം അതേപോലെയാണ്. അപ്പോൾ റോബസ്റ്റ പഴം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ റോബസ്റ്റ പഴം എനിക്കിത് ഏറ്റവും പെർഫെക്റ്റായിട്ട് തോന്നുന്നത്. അതേപോലെ പാളയം തോടൻ പഴവും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ പഞ്ചാമൃതം ഇഷ്ടമുള്ള കൂട്ടുകാരും നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.